ലോഗോസ് ക്വിസ് 2025 റിവിഷൻ പാർട്ട് 4 വിശുദ്ധ ലൂക്ക 17 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ. ചോദ്യം 1. വിധവകളുടെ ഭവനങ്ങൾ വിഴുങ്ങുകയും ദീർഘമായി പ്രാർത്ഥിക്കുന്നതായി നടിക്കുകയും ചെയ്യുന്നത് ആര്? ഓപ്ഷൻസ് എ ധനികർ, ബി നിയമജ്ഞർ, സി സദ്ദുക്കായർ. ഉത്തരം ഓപ്ഷൻ ബി നിയമജ്ഞർ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 20:47. ചോദ്യം 2. ഇവളാകട്ടെ തന്റെ ദാരിദ്ര്യത്തിൽ നിന്ന് എന്തിനുള്ള വക മുഴുവനും നിക്ഷേപിച്ചിരിക്കുന്നു എന്നാണ് ദരിദ്രയായ വിധവയെക്കുറിച്ച് അവൻ പറഞ്ഞത്? ഓപ്ഷൻസ് എ തനിക്കുള്ള, ബി ജീവിക്കാനുള്ള, സി ഉപജീവനത്തിനുള്ള. ഉത്തരം ഓപ്ഷൻ സി ഉപജീവനത്തിനുള്ള. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 21:4. ചോദ്യം 3. ദാവീദിന്റെ പുത്രനായ യേശുവേ എന്നിൽ കനിയണമേ എന്ന് വിളിച്ചു പറഞ്ഞ വഴിയരികിലെ കുരുടനെ ശകാരിച്ചത് ആര്? ഓപ്ഷൻസ് എ യേശു, ബി ശിഷ്യന്മാർ, സി മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ. ഉത്തരം ഓപ്ഷൻ സി മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 18:37-39. ചോദ്യം 4. യേശു ജെറുസലേം പട്ടണത്തിനെ കണ്ട് വിലപിച്ചുകൊണ്ട് എന്തിനുള്ള മാർഗങ്ങൾ ഈ ദിവസത്തിലെങ്കിലും നീ അറിഞ്ഞിരുന്നെങ്കിൽ എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ സമാധാനത്തിനുള്ള, ബി രക്ഷയ്ക്കുള്ള, സി സന്തോഷത്തിനുള്ള. ഉത്തരം ഓപ്ഷൻ എ സമാധാനത്തിനുള്ള. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 19:41-42. ചോദ്യം 5. വിശുദ്ധ ലൂക്ക 19:46 സമാനമായ പഴയ നിയമഭാഗം എഴുതുക. ഓപ്ഷൻസ് എ യെശയ്യാ 66:3, ബി യെശയ്യാ 56:7, സി യെശയ്യാ 57:6. ഉത്തരം ഓപ്ഷൻ ബി യെശയ്യാ 56:7. ചോദ്യം 6. നിങ്ങൾക്കിത് ഡാഷ് നൽകുന്നതിനുള്ള അവസരമായിരിക്കും. വിശുദ്ധ ലൂക്ക 21:13 അനുസരിച്ച് പൂരിപ്പിക്കുക. ഓപ്ഷൻസ് എ അടയാളം, ബി സാക്ഷ്യം, സി കൽപ്പന. ഉത്തരം ഓപ്ഷൻ ബി സാക്ഷ്യം. ചോദ്യം 7. എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്, നിങ്ങളിൽ ഏറ്റവും വലിയവൻ ആരെപ്പോലെ ആയിരിക്കണം എന്നാണ് അവൻ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ നിങ്ങളുടെ ശുശ്രൂഷകനെ പോലെ, ബി ഏറ്റവും ചെറിയവനെ പോലെ, സി നിങ്ങളുടെ ദാസനെ പോലെ. ഉത്തരം ഓപ്ഷൻ ബി ഏറ്റവും ചെറിയവനെ പോലെ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 22:26. ചോദ്യം 8. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ്, എന്തിന്റെ ആധിപത്യവും എന്നാണ് യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞത്? ഓപ്ഷൻസ് എ തിന്മയുടെ, ബി അന്ധകാരത്തിന്റെ, സി ദുഷ്ടതയുടെ. ഉത്തരം ഓപ്ഷൻ ബി അന്ധകാരത്തിന്റെ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 22:52-53. ചോദ്യം 9. യേശുവിനെ കേട്ടിരുന്നതുകൊണ്ട് അവനെ കാണാൻ ആഗ്രഹിക്കുകയും അവൻ ചെയ്യുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം കാണാമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്തിരുന്നത് ആര്? ഓപ്ഷൻസ് എ ശതാധിപൻ, ബി കിറേനക്കാരനായ ശിമയോൻ, സി ഹെറോദേസ്. ഉത്തരം ഓപ്ഷൻ സി ഹെറോദേസ്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 23:8. ചോദ്യം 10. വിശുദ്ധ ലൂക്ക 22:40 അനുസരിച്ച് പൂരിപ്പിക്കുക. അവിടെ എത്തിയപ്പോൾ അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഡാഷ് ഉൾപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുവിൻ. ഓപ്ഷൻസ് എ തിന്മയിൽ, ബി ആകുലതകളിൽ, സി പരീക്ഷയിൽ. ഉത്തരം ഓപ്ഷൻ സി പരീക്ഷയിൽ. ചോദ്യം 11. അവൻ അവരിൽ നിന്ന് ഒരു കല്ലേറ് ദൂരം മാറി എങ്ങനെ പ്രാർത്ഥിച്ചു? ഓപ്ഷൻസ് എ കൈകൾ ഉയർത്തി, ബി മുട്ടിന്മേൽ വീണ്, സി സാഷ്ടാംഗം പ്രണമിച്ച്. ഉത്തരം ഓപ്ഷൻ ബി മുട്ടിന്മേൽ വീണ്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 22:41. ചോദ്യം 12. ഈ സംഭവമെല്ലാം കണ്ടു നിന്നിരുന്ന ശതാധിപൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഈ മനുഷ്യൻ ആരായിരുന്നു എന്നാണ് പറഞ്ഞത്? ഓപ്ഷൻസ് എ തീർച്ചയായും നല്ലവനായിരുന്നു, ബി തീർച്ചയായും ദൈവപുത്രനായിരുന്നു, സി തീർച്ചയായും നീതിമാനായിരുന്നു. ഉത്തരം ഓപ്ഷൻ സി തീർച്ചയായും നീതിമാനായിരുന്നു. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 23:47. ചോദ്യം 13 പൂരിപ്പിക്കുക. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു.
ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് ഡാഷ് ദിവസമാണ്. ഓപ്ഷൻസ് എ 1, ബി 7, സി 3. ഉത്തരം ഓപ്ഷൻ സി 3. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 24:21. വിശുദ്ധ ലൂക്ക 24:21 നമുക്ക് വായിച്ചു കേൾക്കാം. ഇസ്രായേലിനെ മോചിപ്പിക്കാനുള്ളവൻ ഇവനാണ് എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. ഇതൊക്കെ സംഭവിച്ചിട്ട് ഇത് 3-ാം ദിവസമാണ്. ചോദ്യം 14. അവർ അവനെ ആരാധിച്ചു. അതിനുശേഷം എപ്രകാരം ജെറുസലേമിലേക്ക് മടങ്ങി? ഓപ്ഷൻസ് എ അത്യന്തം ആനന്ദത്തോടെ, ബി അത്യന്തം ഭയത്തോടെ, സി അത്യന്തം വ്യസനത്തോടെ. ഉത്തരം ഓപ്ഷൻ എ അത്യന്തം ആനന്ദത്തോടെ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 24:52. ചോദ്യം 15 പൂരിപ്പിക്കുക. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ ഡാഷ് കണ്ടെത്തുമോ? ഓപ്ഷൻസ് എ വിശ്വാസം, ബി നീതി, സി ശുദ്ധത. ഉത്തരം ഓപ്ഷൻ എ വിശ്വാസം. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 18:8. വിശുദ്ധ ലൂക്ക 18:8 നമുക്ക് വായിച്ചു കേൾക്കാം. എങ്കിലും മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? ചോദ്യം 16. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം എന്ത് സംഭവിച്ചു? ഓപ്ഷൻസ് എ അവന് സൗഖ്യം ലഭിച്ചു, ബി അവന് കാഴ്ച ലഭിച്ചു, സി അവന് സന്തോഷം ലഭിച്ചു. ഉത്തരം ഓപ്ഷൻ ബി അവന് കാഴ്ച ലഭിച്ചു. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 18:43. ചോദ്യം 17. പീഡ അനുഭവിക്കുന്നതിന് മുമ്പ് അപ്പസ്തോലന്മാരോടൊപ്പം പെസഹ ഭക്ഷിക്കുമ്പോൾ അവർക്കിടയിൽ ഉണ്ടായ തർക്കം എന്താണ്? ഓപ്ഷൻസ് എ അവന്റെ രാജ്യത്തിന്റെ അവകാശി ആരാണ്, ബി ആരാണ് ഇസ്രായേലിലെ 12 ഗോത്രങ്ങളെ വിധിക്കുന്നവൻ, സി തങ്ങളിൽ വലിയവൻ ആരാണ്. ഉത്തരം ഓപ്ഷൻ സി തങ്ങളിൽ വലിയവൻ ആരാണ്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 22:24. ചോദ്യം 18. കർത്താവെ, നിന്റെ കൂടെ കാരാഗൃഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. ഇപ്രകാരം പറഞ്ഞത് ആര്? ഓപ്ഷൻസ് എ ശിമയോൻ, ബി യോഹന്നാൻ, സി ധനികനായ മനുഷ്യൻ. ഉത്തരം ഓപ്ഷൻ എ ശിമയോൻ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 22:33. ചോദ്യം 19. യോഹന്നാൻ ആരാണെന്നാണ് പുരോഹിത പ്രമുഖന്മാരും നിയമജ്ഞരും ജനപ്രമാണികളും വിശ്വസിച്ചിരുന്നത്? ഓപ്ഷൻസ് എ യേശുവിന് വഴിയൊരുക്കുന്നവനാണെന്ന്, ബി പ്രവാചകനാണെന്ന്, സി നീതിമാനാണെന്ന്. ഉത്തരം ഓപ്ഷൻ ബി പ്രവാചകനാണെന്ന്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 20:1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 20. കൃഷിക്കാർ അവനെ കണ്ടപ്പോൾ ഇവനാണ് അവകാശി, ഇവനെ നമുക്ക് കൊന്നുകളയാം, അപ്പോൾ എന്ത് നമ്മുടേതാകും എന്നാണ് അവർ പരസ്പരം പറഞ്ഞത്? ഓപ്ഷൻസ് എ അധികാരം, ബി തോട്ടം, സി അവകാശം. ഉത്തരം ഓപ്ഷൻ സി അവകാശം. വിശുദ്ധ ലൂക്ക ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 20:14. ചോദ്യം 21. പ്രത്യക്ഷമായ അടയാളങ്ങളോട് കൂടെ അല്ല വരുന്നത് എന്ന് അവൻ പറഞ്ഞത് എന്തിനെ കുറിച്ചാണ്? ഓപ്ഷൻസ് എ ദൈവരാജ്യം, ബി മനുഷ്യപുത്രൻ, സി സ്വർഗരാജ്യം. ഉത്തരം ഓപ്ഷൻ എ ദൈവരാജ്യം. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 17:20. ചോദ്യം 22. യജമാനൻ നല്ലവനായ ഭൃത്യനോട് 10 നഗരങ്ങളുടെ മേൽ നീ അധികാരിയായിരിക്കുമെന്ന് പറയാൻ കാരണമെന്ത്? ഓപ്ഷൻസ് എ നാണയം 10 കൂടി നേടിയതുകൊണ്ട്, ബി ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്, സി യജമാനന് പ്രിയങ്കരനായിരുന്നതുകൊണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ചെറിയ കാര്യത്തിൽ വിശ്വസ്തനായിരുന്നതുകൊണ്ട്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 19:17. ചോദ്യം 23. കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് അവർ അതിനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. എന്താണ് കൊണ്ടുവന്നത്? ഓപ്ഷൻസ് എ ശിശുക്കളെ, ബി ഒരു ധനാറ, സി കഴുതക്കുട്ടിയെ. ഉത്തരം ഓപ്ഷൻ സി കഴുതക്കുട്ടിയെ. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 19:33 മുതൽ 35 വരെയുള്ള വാക്യങ്ങൾ. ചോദ്യം 24. മുന്തിരിത്തോട്ടവും കൃഷിക്കാരും എന്ന ഉപമ യേശു പറഞ്ഞത് ആരോടാണ്? ഓപ്ഷൻസ് എ ശിഷ്യന്മാരോട്,
ബി ജനങ്ങളോട്, സി നീതിമാന്മാരെന്ന് ഭാവിക്കുന്നവരോട്. ഉത്തരം ഓപ്ഷൻ ബി ജനങ്ങളോട്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 20:9. ചോദ്യം 25. ക്രിസ്തു ഇതെല്ലാം സഹിച്ച് എവിടേക്ക് പ്രവേശിക്കേണ്ടിയിരുന്നില്ലേ എന്നാണ് അവൻ എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരോട് പറഞ്ഞത്? ഓപ്ഷൻസ് എ നിത്യതയിലേക്ക്, ബി മഹത്വത്തിലേക്ക്, സി സ്വർഗത്തിലേക്ക്. ഉത്തരം ഓപ്ഷൻ ബി മഹത്വത്തിലേക്ക്. ബൈബിൾ വാക്യം വിശുദ്ധ ലൂക്ക 24, 25, 26 വാക്യങ്ങൾ. ചോദ്യം 26. വിശുദ്ധ ലൂക്ക 22, 26 എഴുതുക. ഉത്തരം എന്നാൽ നിങ്ങൾ അങ്ങനെ ആയിരിക്കരുത്. നിങ്ങളിൽ ഏറ്റവും വലിയവൻ ഏറ്റവും ചെറിയവനെ പോലെയും അധികാരമുള്ളവൻ ശുശ്രൂഷകനെ പോലെയും ആയിരിക്കണം.